തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും വിശ്വാസ വഴിയിൽ വളർത്താൻ തക്കവണ്ണമുള്ള ഒരു മനോഹരമായിട്ടുള്ള വചനം നൽകി പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു വചനമാണ് വചന വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11 അധ്യായം അതിൻ്റെ 1 തിരുവചനം. സാധിക്കുന്നവരെല്ലാവരും ബൈബിള് തുറക്കുന്നു, നമ്മൾ ഒരുമിച്ച് വചനം വായിച്ച് പഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അഭിഷേകം പ്രാപിക്കുന്നു. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 1. വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഈ വചനം ആദ്യമായിട്ടല്ല നിങ്ങൾ കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ എവിടെയെല്ലാം പഠിക്കുമ്പോഴൊക്കെ ഈ വചനമാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന വചനം. കാരണം എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ മനോഹരമായ ഒരു നിർവചനം പോലെ ഹെബ്രായ ലേഖനം 11 അധ്യായം 1 വചനം നമ്മുടെ മുമ്പിലുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും. സാധിക്കുമെങ്കിൽ ഈ വചനം ഇപ്പോൾ തന്നെ ഇതൊന്ന് കാണാതെ പഠിച്ച് നമ്മുടെ ഹൃദയത്തിങ്കിലേക്ക് ഒരു അഭിഷേകം പ്രാപിക്കുന്നത് നല്ലതാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. ഈ 2 കാര്യങ്ങളും കൂടെ ചേർത്ത് വയ്ക്കുന്നതാണ് വിശ്വാസം എന്നത്. ഹെബ്രായ ലേഖനം നമ്മളെ ഈ സമയം ഒന്നും കൂടെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തെ ഒന്ന് അളക്കാൻ തക്കവണ്ണമുള്ള ഒരു വചനമാണിത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് സംശയത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെയൊക്കെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, വലിയ ദുഃഖവും ഭാരവും ഉള്ളിലുണ്ടാകുമ്പോൾ പ്രത്യാശിക്കുന്നവ ലഭിക്കുമോ, കാണപ്പെടാത്തവ ഉണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഹെബ്രായ ലേഖനത്തിലൂടെ അടുത്ത ഒരു വചനം നൽകി പരിശുദ്ധാത്മാവ് നമ്മുടെ വിശ്വാസത്തെ അല്പം കൂടെ ഒന്ന് ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഹെബ്രായ ലേഖനം 11 അധ്യായം 2 തിരുവചനം. വിശ്വാസത്തെക്കുറിച്ച് മനോഹരമായ ഒരു നിർവചനം തന്നതിന് ശേഷം ഹെബ്രായ ലേഖകൻ ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. ഏതുമൂലം? വിശ്വാസം മൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധ കുർബാനയിലും മറ്റു പ്രാർത്ഥനാവസരങ്ങളിലും ഈ പൂർവികന്മാരുടെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ടാണല്ലോ. എങ്ങനെയാത്? അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, അങ്ങനെയല്ലേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുമ്പേ കടന്നുപോയ വിശ്വാസത്തിൻ്റെ വെളിച്ചം നൽകിയ ചില പൂർവികന്മാരുണ്ട്. അവർ കടന്നുപോയ അതേ വഴിയിലൂടെയാണ് പ്രാർത്ഥിക്കുന്ന ഞാനും കടന്നു പോകുന്നത്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ പശ്ചാത്തലത്തിൽ പൂർവികന്മാർ നേടിയെടുത്ത വിശ്വാസത്തിൻ്റെ വലിയ മഹാനുഭവത്തെ നമ്മുടെ മുമ്പിൽ ഹെബ്രായ ലേഖനം കൃത്യം വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഹെബ്രായ ലേഖനം 11 അധ്യായം പ്രത്യേകിച്ച് ശാന്തമായി ഒന്ന് വായിക്കണം. കാരണം എങ്ങനെയാണ് പൂർവികന്മാർ അവർ അംഗീകാരത്തിന് അർഹരായത് എന്നുള്ളതിനെക്കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വായിച്ചു വരുമ്പോൾ
മനോഹരമായ കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. അബ്രാഹത്തെക്കുറിച്ച്, ഇസഹാക്കിനെക്കുറിച്ച്, മോശയെക്കുറിച്ച്, യാക്കോബിനെക്കുറിച്ച് നമ്മുടെ പൂർവികന്മാർ നേടിയ ബലം, അവർ നേടിയ ബലം മുഴുവൻ വിശ്വാസ അനുഭവത്തിലൂടെയായിരുന്നു. വിശ്വാസ അനുഭവത്തിലൂടെയായിരുന്നു. നീ വിശ്വസിച്ചാൽ ദൈവ മഹത്വം ദർശിക്കും. ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നത് വളരെയധികം ദുഃഖങ്ങളിലൂടെയും പീഡകളിലൂടെയുമാണല്ലോ. കൊറോണയുടെ മാരകമായിട്ടുള്ള അസ്വസ്ഥത മാറിയിട്ടില്ല. പല രൂപത്തിലും ഭാവത്തിലും നമ്മളെല്ലാം വേട്ടയാടുന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മറ്റൊരു വശത്ത് ആഞ്ഞടിക്കുന്നു. ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എവിടെ ആശ്രയിക്കും? നമുക്കൊക്കെ ആശ്രയിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഒരു കച്ചിത്തുരുമ്പെങ്കിലും വേണ്ടേ? ദാ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളോട് വചനം പഠിപ്പിക്കുന്ന കാര്യം, തമ്പുരാനിൽ നീ വിശ്വസിച്ചുകൊള്ളൂ, എങ്കിൽ നീ അത്ഭുതങ്ങൾ ദർശിക്കും. പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശു 30-ലധികം അത്ഭുതങ്ങൾ ചെയ്തതായി അതിലെഴുതിയിട്ടുണ്ട്. 30-ലധികം അത്ഭുതങ്ങൾ. ഏതൊരു അത്ഭുതത്തിനു മുമ്പും ഈശോ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. നിനക്ക് വിശ്വാസമുണ്ടോ? ഏതൊരു അത്ഭുതത്തിനു മുമ്പും അല്ലെങ്കിൽ ആ അത്ഭുതത്തോട് ചേർന്ന് ഈശോ പറഞ്ഞു വയ്ക്കുന്ന കാര്യം, നിനക്ക് ഇത് സംഭവിക്കുമെന്ന് വിശ്വാസമുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈശോ പറഞ്ഞു വയ്ക്കും, നിൻ്റെ വിശ്വാസം മൂലം നിനക്ക് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലാണ് ദൈവിക ഇടപെടലുകൾ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. പൂർവികന്മാർ അംഗീകാരത്തിന്, അത്ഭുതങ്ങൾക്ക്, അടയാളങ്ങൾക്ക് അർഹരായത് എപ്രകാരമാണ്? അവരുടെ വിശ്വാസ അനുഭവത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് പഠിച്ചു വരുമ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പഴയ നിയമത്തിൽ വിശ്വാസികളുടെ പിതാവ് എന്ന് പറഞ്ഞു നിൽക്കുന്ന അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ആ മനുഷ്യൻ വിശ്വാസം അനുഭവത്തിൽ പ്രാവർത്തികമാക്കിയതെന്ന് വചനത്തിൽ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അബ്രാഹം എങ്ങനെയാണ് വിശ്വാസ അനുഭവത്തിൽ വളർന്നത്? നമ്മളൊക്കെ പറയുന്നത് എന്താ? ഈ വിശ്വാസം വേണം, ഇതൊരു കടയിലും വിൽക്കാൻ വെച്ചിട്ടില്ല, നമുക്കറിയാം, ഇതെല്ലാവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെയൊക്കെ പെരുമാറ്റ ശൈലിയിൽ ഈ വിശ്വാസം വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്? ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് എങ്ങനെ എന്ന് അന്വേഷിച്ചാൽ നമ്മുടെ ചോദ്യം നേരെ അബ്രാഹത്തിലെത്തും. കാരണം അദ്ദേഹമാണല്ലോ വിശ്വാസികളുടെ പിതാവ്. അപ്പോൾ അബ്രാഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ 3 പ്രധാനപ്പെട്ട ആത്മീയ ചിന്തകൾ നമ്മൾ അബ്രാഹത്തിൽ കാണുകയാണ്. ഈ 3 അടിസ്ഥാനപരമായ ഒരു നിലപാടുകളാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ ബോധ്യത്തെ വളർത്തിയതെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതിലൊന്നാമത്തെ കാര്യം സമ്പൂർണമായ സമർപ്പണം. സമ്പൂർണമായ സമർപ്പണം, ടോട്ടൽ സറണ്ടർ. സമ്പൂർണമായ സമർപ്പണം. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വിശ്വാസം മൂലം അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടെന്നറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. ഒരു മനുഷ്യൻ ജീവിതത്തിലെടുത്തൊരു വലിയ നിലപാട്. എങ്ങോട്ടാണ് പോകേണ്ടെന്നറിഞ്ഞുകൂടാ, പക്ഷേ തമ്പുരാൻ പറഞ്ഞത് അനുസരിച്ചു. ടോട്ടൽ സറണ്ടർ. ഈ സറണ്ടർ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം, അതായത് നിലത്ത് കമിഴ്ന്ന് നിലം പറ്റെ കിടക്കുക എന്നുള്ളതാണ്. നിലത്ത് കമിഴ്ന്ന് നിലം പറ്റെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ സമർപ്പണം. ഒന്നും പിടിച്ചു വയ്ക്കുന്നില്ല. ദൈവത്തിലുള്ള ആശ്രയം. ഈ ദുരിത നാളുകളിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കും വേണ്ടത് സമ്പൂർണമായ സമർപ്പണം. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നീ കടന്നു പോകുന്ന സകല ദുരിത അനുഭവങ്ങളും നിൻ്റെ ദൈവത്തിനറിയാം. ആ ദൈവത്തെ അള്ളിപ്പിടിച്ചുകൊള്ളുക, ആ ദൈവത്തിൽ നീ ആശ്രയിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് അനുഭവത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച്
അനേകം പേരുടെ ജീവിതാനുഭവങ്ങൾ ഈ നാളുകളിൽ വ്യത്യസ്തങ്ങളാണ്. ചിലർക്ക് ഉറക്കമില്ല, ആലോചിക്കും തോറും ഭാരം കൂടിക്കൊണ്ടിരിക്കുന്നു. നാളെക്കുറിച്ചുള്ള ചിന്ത, കുടുംബത്തിൻ്റെ ഭാരം. ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഈ മനസ്സിലുണ്ടാവുന്ന പിരിമുറുക്കം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, സ്ട്രെസ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദൈവത്തിലുള്ള ആശ്രയത്വം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടന്ന് ഈ പിരിമുറുക്കങ്ങൾ ആരംഭിക്കും. ഞാനിതെങ്ങനെ ചെയ്യും? ഇതെങ്ങനെ സംഭവിക്കും? നാളെ എന്തായിത്തീരും? നമ്മൾ വിചാരിക്കുന്നത് പോലെ വല്ലതുമാണോ കാര്യങ്ങൾ നടക്കുന്നത്? അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് നടുവിൽ തമ്പുരാൻ്റെ മുമ്പിൽ നിലം പറ്റെ, ദൈവമേ, നിന്നിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നു, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള നിലപാട് നിൻ്റെ ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾ മാറ്റും. അബ്രാഹാം ഇന്ന് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ വിശ്വാസ വഴിയിലെ പാഠം, നിലം പറ്റെ തമ്പുരാൻ്റെ മുമ്പിൽ ആശ്രയിക്കുക. അബ്രാഹാം എന്തു ചെയ്തു? അബ്രാഹാം ദൈവം പറഞ്ഞ വഴിയിലൂടെ, എങ്ങോട്ടാണ് പോകേണ്ടെന്നറിയാതെ, അങ്ങനെ എഴുതിയിരിക്കുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടെന്നറിഞ്ഞുകൂടാ, പക്ഷേ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായി. ഉപേക്ഷിക്കാതെ ഒന്നും നേടാൻ പറ്റില്ലല്ലോ, അല്ലേ? ഉപേക്ഷിക്കാതെ ഒന്നും നേടാൻ പറ്റില്ല. അത് ജീവിതാനുഭവമാണ്. ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിച്ചപ്പോൾ അന്ന് വരെ അദ്ദേഹം കെട്ടിപ്പിടുത്തതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചു. ഇന്ന് വിശ്വാസികളുടെ പിതാവായി ഒരു മാതൃകാ പുരുഷനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വാസ വഴിയിലെ അബ്രാഹത്തെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ത്യാഗമനോഭാവം. വിശ്വാസം ഒരു ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ പെരുമാറ്റങ്ങളിൽ തെളിയേണ്ട ഒന്നാണ്. അല്ലാതെ വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ചെല്ലുന്നത് കൊണ്ട് മാത്രം ഒരു വിശ്വാസിയാകുന്നില്ലല്ലോ. നമ്മളൊന്ന് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ സംഭവിക്കാത്തതിന് കാരണം നീ വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ടാവും, പക്ഷേ നിൻ്റെ പെരുമാറ്റത്തിൽ, നിൻ്റെ സ്വഭാവത്തിൽ ഈ ത്യാഗമനോഭാവമുണ്ടോ? അബ്രാഹത്തിന് ആദ്യം ജനിച്ചത് ഇസ്മായിലാണ്. ഇസ്മായിലിൻ്റെ ചരിത്രം നമുക്കറിയാം. സാറായുടെ ദാസിയായ ഹാഗാരിൽ നിന്ന് ജനിക്കുന്ന, ഒരു കുബുത്തിയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞാണ് ഇസ്മായിൽ. എന്നാൽ ഇസഹാക്കാവട്ടെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ജനിക്കുകയാണ്. ഏകദേശം ഇസഹാക്കിന് 12 വയസ്സുള്ളപ്പോൾ ദൈവം അബ്രാഹത്തെ പരീക്ഷിക്കുന്നു. അബ്രാഹത്തെ മോറിയ മലയിലേക്ക് ദൈവം നയിക്കുകയാണ്. മോറിയ മല ഒരു ത്യാഗത്തിൻ്റെ മലയാണ്. ആ ത്യാഗത്തിൻ്റെ മലയിലേക്ക് നയിക്കപ്പെടുമ്പോൾ ആ യാത്ര കണ്ണുനീരോടെ കൂടിയാണ് നമ്മൾ വായിക്കേണ്ടത്. കാരണം ഒരപ്പനും മകനും തമ്മിലുള്ള സംഭാഷണവും ഹൃദയഭാരവും എല്ലാം എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തെക്കുറിച്ച് വായിച്ചു പഠിച്ചു വരുമ്പോൾ സമയമെടുത്ത് ഇന്നേ ദിവസം എപ്പോഴെങ്കിലുമായി ഒന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 22. അത് വായിച്ചു വരുമ്പോൾ 6-ാം വചനം മുതൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുന്നോട്ട് നടന്നു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു, പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അപ്പനും മകനും തമ്മിലുള്ള ചോദ്യം ഇത് സാധാരണയുള്ള ഒരു സംഭാഷണമല്ല, മറിച്ച് അപ്പനറിയാം ഞാൻ ബലി കൊടുക്കാൻ പോകുന്നത് തൻ്റെ മകനെയാണ്. ആ മകൻ അറിഞ്ഞുകൂടല്ലോ. ആ മകൻ്റെ ചോദ്യം, വിറകുണ്ട്, തീയുണ്ട്, പക്ഷേ ബലിമൃഗം എവിടെ? അപ്പാ, ബലിമൃഗം എവിടെ അപ്പാ? സങ്കടത്തോടുകൂടെയുള്ള ചോദ്യവും യാത്രയും. പ്രിയപ്പെട്ടവരെ, ചരിത്രം നമുക്കറിയാം. മോറിയ മലയിലെത്തുന്നതും
ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ ഉണ്ടാവുന്നതുമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരു ചോദ്യം എന്നോടും ദാ കേൾക്കുന്ന നിന്നോടുമുണ്ട്. നിൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഇസഹാക്കിനെ ബലിയർപ്പിക്കാനുള്ള ചില അവസരങ്ങളൊക്കെ വരും. ഇസഹാക്ക് എന്ന് പറഞ്ഞാൽ അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റ് നോറ്റുണ്ടായ കുഞ്ഞാണ്, ഏക പ്രതീക്ഷയാണ്, സ്വപ്നങ്ങളാണ്. ഇത് മുഴുവൻ ബലി കഴിക്കാനായി ദൈവം പറയുമ്പോൾ അയാൾ തയ്യാറായി. ത്യാഗമേറ്റെടുക്കാനുള്ള മനോഭാവം, പെരുമാറ്റത്തിൽ, വിശ്വാസപ്രമാണം ചെല്ലുന്നതിലല്ല മറിച്ച് പെരുമാറ്റത്തിൽ ആ വ്യക്തി തയ്യാറായി. അങ്ങനെയെങ്കിൽ നിന്നോടുള്ള ചോദ്യം, നിൻ്റെ ജീവിതത്തിലെ ഇസഹാക്ക് അതെന്താണ്? നിൻ്റെ ജീവിതത്തിൽ നീ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ ബലി കഴിക്കാൻ നീ തയ്യാറാണോ? നിൻ്റെ ഇഷ്ടങ്ങൾ, നിൻ്റെ താല്പര്യങ്ങൾ, നീ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങൾ ബലി കഴിക്കാൻ നീ തയ്യാറാണോ? പ്രിയപ്പെട്ടവരെ, അധിക ദിവസങ്ങളായിട്ടില്ല ഒരു കുടുംബത്തിൻ്റെ കൗൺസിലിംഗ്. ഏകദേശം 13 വർഷം കഴിഞ്ഞിരിക്കുന്നു ഇവരുടെ കുടുംബജീവിതം. ചരിത്രം മുഴുവൻ കണ്ണുനീരിൻ്റെ കഥകൾ മാത്രം. ഭർത്താവ് മദ്യപാനി, ജഡത്തിൻ്റെ എല്ലാവിധത്തിലുള്ള വ്യാപാരങ്ങൾക്കും അടിമയായവൻ. കുടുംബത്തിൽ ഇത്രത്തോളം കണ്ണുനീർ ആ മനുഷ്യൻ കാരണം വരുത്തിയിട്ടില്ല, അത്രത്തോളം കണ്ണുനീർ. പ്രിയപ്പെട്ടവർ, ഈ ഭാര്യ കടന്നു പോകുന്ന അനുഭവങ്ങൾ അത് വളരെ സങ്കടപരമാണ്. എണ്ണിയാലൊതുങ്ങാത്തവണ്ണമുള്ള സങ്കടങ്ങളുടെ കഥകൾ മുഴുവൻ. ആ മനുഷ്യനെ ഉപേക്ഷിക്കാനുള്ള എല്ലാവിധത്തിലുള്ള സാധ്യതകൾ ഈ ഭാര്യയ്ക്കുണ്ട്. കാരണം നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അത്രത്തോളം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. സ്വന്തം ജീവിത പങ്കാളിയെ, ഭാര്യയെ ആ മനുഷ്യൻ വിൽക്കാൻ പോലും തയ്യാറായിട്ടുള്ള നിമിഷങ്ങൾ. അങ്ങനെ തുടങ്ങി പല പല അനുഭവങ്ങൾ. മക്കളുണ്ട്. ഈ ഭാര്യ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ഏങ്ങലടിച്ചു കരയുകയാണ്. എൻ്റെ ജീവിതം, ഈ ജീവിതം ഞാൻ എന്തു ചെയ്യണം? ദൈവമേ, എന്താ നിൻ്റെ പദ്ധതി? തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കാണിച്ചു കൊടുത്തത് ഇസഹാക്കിന് ബലിയർപ്പിക്കാൻ പോകുന്ന അബ്രാഹത്തെ. തൻ്റെ പ്രിയപ്പെട്ടതെന്ന് കരുതിയതിനെ ബലി കഴിക്കാൻ പോകുന്ന അബ്രാഹത്തെ. ഈ അബ്രാഹത്തിൻ്റെ മനസ്സിൻ്റെ നിലപാട്, സ്വഭാവത്തിൻ്റെ രൂപീകരണം ഈ സ്ത്രീക്ക് ലഭിക്കുകയാണ്. ഈ സ്ത്രീ പറഞ്ഞു, എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ എൻ്റെ ജീവിത പങ്കാളി ഉപേക്ഷിക്കില്ല. ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ്, ഞാനിതൊരു ത്യാഗമായിട്ട് ഏറ്റെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം കണ്ണുനീരിൻ്റെ അനുഭവമുണ്ട്. പക്ഷേ ത്യാഗമേറ്റെടുക്കാൻ തീരുമാനിച്ച ഈ സ്ത്രീ നീണ്ട 13 വർഷത്തെ വിവാഹ ജീവിതത്തിൽ കണ്ണുനീര് മാത്രം ബാക്കി. പക്ഷേ ഇനിയും ഇങ്ങനെ തന്നെ ഞാൻ ഈ ഭർത്താവിനോടൊപ്പം ജീവിക്കാമെന്നുള്ള തീരുമാനം. പ്രിയപ്പെട്ടവരെ, ഇതൊരു ത്യാഗമാണ്, ത്യാഗമനോഭാവം. മോറിയ മലയിലേക്ക് അബ്രാഹം തൻ്റെ മകനെയും കൊണ്ടുപോയ ത്യാഗമനോഭാവം. സംഭവിച്ചെന്താണെന്നറിയോ? ആ ത്യാഗമേറ്റെടുത്തു കഴിഞ്ഞപ്പോൾ മുതൽ അതാ അവരുടെ കുടുംബത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചൊരിയുകയാണ്. ഭർത്താവ് മദ്യപാനം നിർത്തുകയാണ്. അങ്ങനെ തുടങ്ങി അനേകം അത്ഭുതങ്ങൾ, പറഞ്ഞാൽ തീരാത്തവണ്ണമുള്ള അത്ഭുതങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ചോദ്യം, എൻ്റെ ജീവിതത്തിലും നിൻ്റെ ജീവിതത്തിലും ഇസഹാക്ക് എന്ന പോലെ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ബലി കഴിക്കാൻ നീ തയ്യാറാണോ? തയ്യാറായാൽ ഒരത്ഭുതം നിനക്ക് പ്രതീക്ഷിക്കാം. കർത്താവ് ഇടപെടും. വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമതായി അബ്രാഹത്തിൽ നമ്മൾ വിശ്വാസ അനുഭവത്തിൽ പഠിക്കുമ്പോൾ തിരിച്ചറിയുന്ന മൂന്നാമത്തെ പാഠം അദ്ദേഹത്തിൻ്റെ പങ്കുവയ്ക്കുന്ന മനോഭാവം. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ മനോഹരമായിട്ട് അബ്രാഹത്തിൻ്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ സഹോദരനായ ലോത്തുമായിട്ടുള്ള ബന്ധത്തോട് ചേർന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 8-ാം തിരുവചനം. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. പങ്കുവയ്ക്കാനുള്ള ഒരു മനോഭാവം അബ്രാഹത്തിനുണ്ടായിരുന്നു. പിന്നീട് വായിച്ചു വരുമ്പോൾ എഴുതിയിട്ടുണ്ട്,
ഇതാ ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെന്നെങ്കിൽ ഞാൻ വലതുവശത്തേക്ക് പൊയ്ക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. പിന്നീട് ലോത്ത് അത് മേടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് അബ്രാഹത്തിൻ്റെ ഒരു നിലപാടാണ്. നീ ഒരു വിശ്വാസിയാണെങ്കിൽ അബ്രാഹത്തിൻ്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. പങ്കുവയ്ക്കാനുള്ള മനോഭാവം. ലോത്ത് സത്യത്തിൽ അബ്രാഹത്തെ പറ്റിക്കുകയായിരുന്നു. ഫലപുഷ്ടിയുള്ള ജോർദാൻ തീരം അവൻ സ്വന്തമാക്കുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? പറ്റിച്ച് നേടിയത് അവൻ്റെ ജീവിതത്തിൽ ഗുണം ചെയ്തില്ല. പിന്നീട് സോദോം ഗൊമോറയായി രൂപപ്പെട്ടത്, പാപത്തിൻ്റെ മണ്ണായിട്ട് രൂപപ്പെട്ടത് അവനന്ന് പറ്റിച്ച് നേടിയതാണ്. അബ്രാഹത്തിന് കിട്ടിയ ദേശമാണ് പിന്നീട് കാനാൻ ദേശമായിട്ട് മാറിയത്. ഇതൊരു പാഠമാണ്. നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനുള്ള മനോഭാവം. അപ്പോൾ അബ്രാഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വന്നപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ കാര്യം ടോട്ടൽ സറണ്ടർ, സമ്പൂർണമായ സമർപ്പണം. രണ്ടാമത്തെ കാര്യം ത്യാഗമേറ്റെടുക്കാനുള്ള മനോഭാവം. മൂന്നാമത്തെ കാര്യം പങ്കുവയ്ക്കാനുള്ള നിലപാട്. ഈ 3 കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ വിശ്വാസ അനുഭവം അത് പള്ളിയിൽ മാത്രം ചൊല്ലുന്നതല്ല, വിശ്വാസ പ്രമാണം ചൊല്ലുന്നതല്ല, മറിച്ച് അത് ജീവിതത്തിൻ്റെ നിലപാടുകളായിട്ട് മാറും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇപ്രകാരം അബ്രാഹം വിശ്വാസ നിലപാടുകൾ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. ഇപ്രകാരം വിശ്വാസ നിലപാടുകൾ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം നമ്മളെ സന്ദർശിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് ദൈവം സന്ദർശിക്കുന്നു എന്നുള്ളതാണ്. ആരെയാണ്? അബ്രാഹത്തെ. ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ നിലപാടുകൾ എടുക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ ദൈവം സന്ദർശിക്കും. നിൻ്റെ ജീവിതത്തിൽ വിശ്വാസ അനുഭവത്തിൽ നിലപാടുകളെടുത്താൽ ദൈവം സന്ദർശിക്കും. 18-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കുന്നത് 3 അപരിചിതരായ വ്യക്തികൾ അബ്രാഹത്തിൻ്റെ ഭവനത്തെ സന്ദർശിക്കുന്നതായിട്ടാണ്. അപരിചിതരാണ്, ആരാന്ന് പോലും അറിഞ്ഞുകൂടാ. പക്ഷേ അവരുടെ മുമ്പിൽ നിലം പറ്റെ താണു വീണ് അവരെ സ്നേഹത്തോടുകൂടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്ന അബ്രാഹം. സഭാപിതാക്കന്മാരൊക്കെ ഇവരെക്കുറിച്ച് പറയുന്നത് ത്രിത്വൈക ദൈവം അബ്രാഹത്തെ സന്ദർശിച്ചു എന്നുള്ളതാണ്. 3 പേര്, ത്രിത്വൈക ദൈവം അബ്രാഹത്തെ സന്ദർശിച്ചു. പ്രിയപ്പെട്ടവരെ, അവർ ആ ഭവനം വിട്ടു പോകുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സമ്മാനിച്ചിട്ടാണ് കടന്നു പോകുന്നത്. ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വിശ്വാസമെന്നുള്ളത് ഹെബ്രാലേഖകൻ പറയുന്നത് പോലെ കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ളറ്റുള്ള തീക്ഷ്ണമായിട്ടുള്ള ആവേശവും. അങ്ങനെയെങ്കിൽ അബ്രാഹം നമ്മളോട് പറയുന്നു, നമ്മുടെ സ്വഭാവ രൂപീകരണം വിശ്വാസത്തോട് ചേർത്ത് വയ്ക്കാം, സമ്പൂർണമായി ദൈവത്തിൽ ആശ്രയിക്കാം. ഇത് വെറും പറച്ചിലായിട്ട് മാറാനല്ല, പള്ളിയിൽ വന്നിരുന്ന് കരങ്ങൾ കൂപ്പിപ്പറഞ്ഞ് തീർക്കാനല്ല, മറിച്ച് നമ്മുടെ സ്വഭാവത്തിൽ ഓരോ കാര്യത്തിലും. നീ ഇന്ന് പല വിഷയങ്ങൾ ഭാരപ്പെടുന്നുണ്ടല്ലോ. മകനെ ഓർത്താവാം, മകളെ ഓർത്താവാം, ജീവിത പങ്കാളി, മക്കളെ, അങ്ങനെ പല വിഷയങ്ങളിൽ നീ ഭാരപ്പെടുന്നുണ്ടാവും. നിൻ്റെ ഭാരം ദൈവത്തിന് കൊടുക്കുക. എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ത്യാഗം. നമ്മുടേതായിട്ടുള്ള ഒത്തിരി ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും മാറ്റിവെക്കണം. മറിച്ച് ദൈവമേ, നിന്നിൽ പരിപൂർണമായി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ത്യാഗമേറ്റെടുക്കാനുള്ള മനോഭാവം. വേദനയാണ് ജീവിതം. ഒരുപക്ഷേ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അനുഭവം. പക്ഷേ അതിൽ ദൈവം ഇടപെടും. മൂന്നാമത്തെ കാര്യം പങ്കുവയ്ക്കുക. ഉള്ളത് പങ്കുവയ്ക്കുക. ദൈവം ഇരട്ടിയായിട്ട് നൽകും, ഇരട്ടിയായിട്ട് നൽകും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് നമ്മളൊക്കെ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. നീ പങ്കുവെച്ചോളൂ, കർത്താവ് നിനക്കിനിയും ഇരട്ടിയായി നൽകും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ഈ ശുശ്രൂഷ അവസരത്തിൽ തീരുമാനിക്കാം. വിശ്വാസ പ്രമാണം എന്നുള്ള പ്രാർത്ഥന ചൊല്ലിത്തീരാനല്ല വിശ്വാസം, മറിച്ച്
എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ അനുദിന പെരുമാറ്റത്തിൽ ഞാൻ തെളിയിക്കേണ്ട ഒന്നാണെന്ന് അബ്രാഹാം നമ്മളോട് പറയുന്നു. ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.